ഇതേ എൻ്റെ കുട്ടികളാട്ടോ. ഇത് എൻ്റെ മൂത്ത പുത്രൻ ദീപക് കെ എം. ഇവൻ മദ്രാസിലാണ് HCL വർക്ക് ചെയ്യണം. ഇവൻ്റെ ഫാമിലി അവിടെ തന്നെയാണ്. ഒരു കുട്ടി. ഞാൻ HCL ആർക്കിടെക്റ്റായിട്ടാണ് വർക്ക് ചെയ്യണത്. ഒരു മകളുണ്ട്. മകള് എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. വൈഫിൻ്റെ പേര് പ്രിയത, മകളുടെ പേര് ദ്യുതി. ഇത് എൻ്റെ മകള് ഹസ്ബൻഡും കുവൈറ്റിലാണ് വർക്ക് ചെയ്യണത്. അവർ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യണം. ഇദ്ദേഹം ഒരു പെട്രോളിയം ഫീൽഡിലും അതുപോലെ മകള് ഒരു IT ഫീൽഡിലുമാണ് വർക്ക് ചെയ്യണത്. ഒരു കുട്ടി. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ദൃശ്യയാണ് ഹസ്ബൻഡ്. ദൃശ്യ ശരിക്കും ഇപ്പോൾ കുവൈറ്റിലാണ്. ഞാനിപ്പോൾ തൽക്കാലം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇതിന് പങ്കെടുക്കാൻ പറ്റി. വളരെ വലിയ സന്തോഷം. ഞാൻ വർക്ക് ചെയ്യണത് പെട്രോളിയം ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പിന്നെന്താ പറയുക, അവിടെ ഒരു ഫ്ലൂയിഡ് അനാലിസിസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലാണ്. എന്നാലും ദൃശ്യ അതുമാതിരി അവിടെ IT ഫീൽഡാണ്. പെപ്സിയിൽ വർക്ക് ചെയ്യണു. അതുപോലെ മകള് ദിയ എന്നാണ് പേര്, 7ാം ക്ലാസ് പഠിക്കണം. സുഖമായിരിക്കുന്നു അവിടെ എല്ലാവരും. ഇയാൾ നല്ലൊരു കലാകാരനാട്ടോ. പാട്ട് നന്നായി പാടും, നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് അഭിനയിക്കും. ഇതൊക്കെ ഉണ്ട് കഴിവുകൾ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പാടും, അത്ര തന്നെ ഉള്ളൂ. പാട്ടിനോട് ഇഷ്ടമാണ്, അപ്പം അത് പറ്റാവുന്ന പോലെ ചെയ്യാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ചെറുതായിട്ടൊരു 4 വരി പാടാം കേട്ടോ. യമുന കല്യാണി പാടിയൊഴുകൂ യമുനേ പ്രിയ യമുനേ ഗിരി ശൃംഗങ്ങൾ ഭൂമിയിലെഴുതിയ കവിതേ പ്രിയ കവിതേ യമുന കല്യാണി പാടിയൊഴുകൂ. മോൻ ആ രംഗത്തേക്കൊന്നും വന്നിട്ടില്ല. മോള് നല്ല കലാകാരിയാണ്. കഥകളി 3ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഡാൻസ്, കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം ഉണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. വലിയ വലിയ വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് മോളുടെ ഫോട്ടോ ആണ്. കഥകളിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ട് അന്ന് മാതൃഭൂമിയിൽ വന്ന ഫോട്ടോ. അത് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു അന്ന്. പുറത്തു പോയിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി പുറത്തു പോയതാണ്. ഒരു 10-27 വർഷമായി ഞാൻ ഇവിടുന്ന് വിട്ടിട്ട്. പിന്നെ പോണ്ടിച്ചേരി ആയിരുന്നു പഠിച്ചത്. പിന്നെ അതിന് ശേഷം ചെന്നൈയിൽ സ്ഥിരമാണ്, അവിടെ സെറ്റിൽഡാണ്. ഞാനിവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2005 ഞാൻ നാട് വിട്ടതാണ്. അതായത് UAEയിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് കാലം ഒരു 10-11 വർഷത്തോളം അവിടെ ഉണ്ടായി. ഒമാനിൽ കുറച്ചുണ്ടായി. പിന്നെ കുവൈറ്റിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞു. എന്തായാലും പുറത്തൊക്കെ പോയ കാരണം തന്നെ നമുക്ക് എന്താ പറയുക, പാട്ടൊന്നും അങ്ങനെ വേറെ പഠിക്കലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ടും. അപ്പോൾ എന്നാലും ഇഷ്ടമുള്ള പോലെ കേൾക്കലോ കൂടെ പാടലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. വിശ്വേശ്വര ദർശന കര ചലമന തുമ കാശി വിശ്വേശ്വര ദർശന കര ചലമന തുമ കാശി വിശ്വേശ്വര ദർശന കര ചലമന തുമ കാശി विश्वेश्वर दर्शन जप विश्वेश्वर दर्शन जप किन्हो बहु प्रेम सहिते काड़े काड़े करुणानिधान जनन मरण बारे
काशी विश्वेश्वर दर्शन कर चल मन तुम काशी ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, കുട്ടികളെപ്പോഴും സക്രിയമായിട്ട് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക മാത്രമല്ല, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടല്ലോ മറ്റ് ചിന്തകൾ, അസന്മാർഗിക പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇന്ന് കുട്ടികൾ പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കല വലിയൊരു നേട്ടമാണ്. ഏതെങ്കിലും ഒരു കല പഠിക്കും, അപ്പോൾ സ്വാഭാവികമായും അതായിരിക്കും നിങ്ങളുടെ ലഹരി. മറ്റ് ലഹരികളൊന്നും നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഇന്നത്തെ കുട്ടികൾ പഠനത്തിലും, ഇന്നൊരു സ്ഫോടനാത്മകമായ കാലഘട്ടമാണല്ലോ അറിവിൻ്റെ. ആ അറിവിൻ്റെ രംഗത്ത് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ചെലുത്തപ്പെടണം. നിങ്ങൾ നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് വളരണമെന്ന് ഈ പഴമനസ്സ് പറയണം കേട്ടോ. ഉപദേശമല്ലേ. എന്നെ ഈ ചാനലിന് പരിചയപ്പെടുത്തിയത് നളിനി ടീച്ചർ കേട്ടോ. എൻ്റെ പ്ലാപ്പറ്റയിലെ സഹപ്രവർത്തകയാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ടീച്ചറാണ് നളിനി ടീച്ചർ. ടീച്ചറാണ് എന്നെ ഈ ബിനോയ്ക്ക് പരിചയപ്പെടുത്തിയത്. അതിന് കുറേ നന്ദിയുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് അറിയിക്കുകയാണ് ഈ ചാനലിലൂടെ. മാത്രമല്ല ബിനോയോടും ഇത്രയും നേരം എന്നെ സഹിച്ചില്ലേ, അതിന് ഒരു പ്രത്യേക നന്ദി. ഈ മധുരമിഠായി ചാനലിൽ വരാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കുറേ ദിവസമായി അങ്ങനെ ബിനോയ് വിളിക്കണം, പക്ഷെ എനിക്ക് ഓരോ തിരക്ക് കാരണം സമയം കിട്ടാറില്ലായിരുന്നു. ഇന്നാണിപ്പോൾ അതിനൊരു അവസരമായിട്ട് കിട്ടിയത്. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ മകനും മരുമകനും ഇവിടെ എത്തി എന്നുള്ളത് അതിലേറെ സന്തോഷം. ഇങ്ങനൊരവസരത്തിൽ എൻ്റെ കുട്ടികൾ ഇതൊക്കെ കാണും എന്നുള്ളതും ഒരു പ്രതീക്ഷയാണ്. ദൂരെയൊക്കെ ഉള്ള എൻ്റെ ശിഷ്യരൊക്കെ ഇത് കാണുന്ന പ്രതീക്ഷിക്കണം. എൻ്റെ സഹപ്രവർത്തകർ ഒക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലോ. ഈ മധുരമിഠായി ചാനലിൽ ഇനിയും നല്ല നല്ല ഇൻ്റർവ്യൂകൾ എടുക്കാനും അതിൻ്റെ പുരോഗതിക്കും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയട്ടെ: 94 95 76 75 01. എൻ്റെ ദൂരെയുള്ള ശിഷ്യരോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ വിളിക്കണത്. അപ്പോൾ നമസ്കാരം. അപ്പോൾ എന്തായാലും ഈ മധുരമിഠായി ചാനലിനെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം, കമൻറ്റ് ചെയ്യണം, അതുമാതിരി നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ. പോയ ബാല്യത്തിൻ്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിരിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛൻ്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും.